ജീവിതത്തിൽ പലതരം വിപത്തുകളിൽ കൂടി നാം കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ആശ്വസിക്കാനായി യേശു എന്ന നല്ല ഇടയൻ്റെ മാർവിടമല്ലാതെ മറ്റൊരിടമില്ല. ആ മാർവിടമാണ് ഏറ്റവും നല്ല സുരക്ഷിത സ്ഥലം. യേശു പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 10:28 കർത്താവിൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാൻ ആ മാർവിടത്തിൽ ചാരിയിരുന്നു. യേശുവിൻ്റെ ഹൃദയ സ്പന്ദനങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. അതിനാൽ ക്രൂശീകരണ വേളയിൽ ഭയപ്പെട്ടില്ല. താൻ ചാരിക്കിടന്ന് ആശ്വസിച്ച തിരുമാർവിടം തനിക്കും ലോകത്തിനും വേണ്ടി കുത്തിത്തുളച്ചതും രക്തവും വെള്ളവും ഒഴുകുന്നതും യോഹന്നാൻ കണ്ടു. ധീരതയോടെ റോമൻ ചക്രവർത്തിയുടെ മുൻപിൽ നിൽക്കാനും തിളച്ച എണ്ണയിൽ ഇട്ട് ചുട്ടിട്ട് പുറത്തിട്ടപ്പോഴും ആത്മധൈര്യത്തോടെ ചക്രവർത്തിയുടെ മുന്നിൽ പതറാതെ നിൽപ്പാനും കഴിഞ്ഞു. യേശുവിൻ്റെ മാർവിടത്തിൽ കിടന്നുകൊണ്ട് ആർജിച്ച ആത്മധൈര്യം മാത്രമാണത്. അതിനാൽ യോഹന്നാന് ദൈവം സ്വർഗീയ ദർശനം കാണിച്ചു. വേദപുസ്തകത്തിൽ വെളിപ്പാട് അടക്കം 5 പുസ്തകങ്ങൾ അപ്പോസ്തലനായ യോഹന്നാനാൽ രചിക്കപ്പെട്ടു. ജീവിതത്തിൽ നിരാശയും ദുഃഖവും വലയം ചെയ്യുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാൻ വേറൊരു മാർവിടമില്ല. അധ്വാനിക്കുന്നവരെയും അനാഥരെയും ആലംബഹീനരെയും തലോടി അണയ്ക്കുന്ന ആ മാർവിടമാണ് നമുക്ക് അഭയം. ക്രൂശിനെ വഹിച്ച ആ തോളുകളാണ് നമ്മുടെ സങ്കേതം. യാക്കോബിൻ്റെ മക്കളിൽ ഏറ്റവും ചെറിയവനായിരുന്നു ബെന്യാമിൻ. യാക്കോബ് യാബോക്ക് കടവിൽ വെച്ച് ദൈവമുഖം ദർശിച്ചു. ഇസ്രായേൽ എന്ന പേര് ലഭിച്ചതിന് ശേഷം എഫ്രാത്തയിൽ എത്തുന്നതിന് മുൻപ് റാഹേലിന് പ്രസവവേദനയുണ്ടായി. അവൾ ഒരു മകനെ പ്രസവിച്ചു. അവനാണ് ബെന്യാമിൻ. ബെന്യാമീനെ പ്രസവിച്ച ഉടനെ റാഹേൽ മരിച്ചു. ജീവൻ പോകുന്ന സമയം അവന് അമ്മയിട്ട പേരാണ് ബെനോനി. എന്നാൽ ആ വേദനയുടെ പേര് യാക്കോബ് മാറ്റി ബെന്യാമിൻ എന്നാക്കി. അമ്മയില്ലാതെയിരുന്ന ചെറിയവനായ ബെന്യാമീനെ യഹോവ തൻ്റെ മാറോടണച്ചു വളർത്തിയെന്ന് പ്രവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ബെന്യാമീൻ യഹോവയുടെ തോളിൽ കിടന്നുറങ്ങി. അനാഥനായി വിടുവാൻ യഹോവ ആഗ്രഹിച്ചില്ല. യാക്കോബ് ബെന്യാമിൻ ഗോത്രത്തെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായി മോശ ബെന്യാമിൻ ഗോത്രത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. യഹോവ മാർവിടത്തിലിട്ട് വളർത്തിയ ബെന്യാമീനിൽ 4 ഗുണങ്ങൾ മോശ കാണുന്നു. ബെന്യാമീനെക്കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും, താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവൻ്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. ആവർത്തന പുസ്തകം 33:12 അവൻ്റെ ഗിരികളുടെ മധ്യേ വസിക്കുന്നു എന്നത് റെസ്റ്റിംഗ് ഇൻ ഹിസ് ബോസം ഓർ ഡ്വെൽസ് ബിറ്റ്വീൻ ഹിസ് ഷോൾഡേഴ്സ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അനാഥമായ അമ്മയില്ലാത്ത കുഞ്ഞിനെ യഹോവ മാറോടണച്ച് വളർത്തി. അവൻ യഹോവയെ സങ്കേതമാക്കി വളർന്നു വന്നു. അതിനാൽ അവൻ യഹോവയ്ക്ക് പ്രിയമുള്ളവനായി ആ ഗോത്രത്തെ യഹോവ അനുഗ്രഹിച്ചു. നമ്മെ ഈ ലോകത്തിൽ ഒരിക്കലും അനാഥരായി യേശു വിടുകയില്ല എന്നത് ദൈവീയ വാഗ്ദത്തമാണ്. ലോകത്തിലുള്ള പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാകാം, എന്നാൽ ദൈവം നമ്മെ കാണുന്നുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവർത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:16 എല്ലാ വേദനകളും യേശുവിനോട് പറയാം. നമുക്ക് ഈ സന്ദർഭങ്ങളിൽ തല ചായ്ക്കാനൊരു ഇടമില്ല. ആശ്വസിക്കാൻ യേശുവിൻ്റെ മാർവിടമല്ലാതെ മറ്റൊന്നില്ല. ആ സങ്കേത സ്ഥാനത്തേക്ക് അണയാം. ദൈവത്തിൻ്റെ വാഗ്ദത്തം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:11 ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം.
അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.